ശത്രുക്കൾക്ക് കൈപ്പേറിയ പരാജയം ഉറപ്പ് പറയുന്നത് ഇറാൻ പരമോന്നത നേതാവ് മുസ്തഫ ഖമേനി. ഇറാൻ്റെ സൈനിക ശക്തിയെ വെല്ലുവിളിക്കുന്ന ശത്രുക്കൾക്ക് കനത്ത തിരിച്ചടി നൽകുവാൻ ഇറാൻ സജ്ജമാണെന്ന് ഇന്ന് പരമോന്നത നേതാവ് അയത്തുള്ള മുസ്തഫ ഖമേനി പ്രഖ്യാപിച്ചു. ഇറാൻ്റെ നാവികസേന ശത്രുക്കൾ മേൽ പുതിയ പരാജയങ്ങൾ അടിച്ചേൽപ്പിക്കുവാൻ തയ്യാറാണെന്ന് അദ്ദേഹം മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. യുഎസിൻ്റെ ഈ കപ്പൽ ഉപരോധത്തിന് മറുപടിയായി ഹോർമൂസ് കടലിടുക്കിൻ്റെ നിയന്ത്രണം പൂർണ്ണമായും ഏറ്റെടുത്തതായിട്ടും ഇറാൻ അവകാശപ്പെടുന്നു. ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ റവല്യൂഷണറി ഗാർഡ് വെടിയുതിർത്തതിനെ തുടർന്ന് 2 ഇന്ത്യൻ കപ്പലുകൾ യാത്ര തിരിച്ചുവിട്ടു എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. വെസൽ ട്രാക്കർ വെബ്സൈറ്റായ tankertrackers.com ഈ സുപ്രധാന വിവരം പുറത്തുവിട്ടിരിക്കുന്നത്. ഇറാൻ്റെ ആണവ സമ്പാദ്യത്തെക്കുറിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ പ്രസ്താവനകൾ തള്ളി ഇറാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് ഖത്തീബ് സാദയും രംഗത്തെത്തിയിട്ടുണ്ട്. തുർക്കിയിലെ അന്റലിയിൽ നടക്കുന്ന ഡിപ്ലോമസി ഫോറത്തിനിടെ അസോസിയേറ്റഡ് പ്രസ്സുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അമേരിക്കയുമായി നേരിട്ടുള്ള മറ്റ് ഒരു ചർച്ചകൾക്കും ഇപ്പോൾ ഇറാൻ തയ്യാറല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. മാക്സിമലിസ്റ്റ് നിലപാടുകളിൽ അമേരിക്ക ഉറച്ചു നിൽക്കുകയാണെന്നും, അതായത് തീവ്രമായ നിലപാടുകളിൽ വിട്ടുവീഴ്ചയില്ല അമേരിക്കയ്ക്ക്, അതുകൊണ്ടാണ് ഈ ചർച്ചകൾക്ക് തടസ്സം നിൽക്കുന്നതെന്നും ഈ ഖത്തീബ് സാദെ ഇന്ന് സംസാരിക്കുമ്പോൾ പറയുകയുണ്ടായി. ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളിൽ നമുക്കറിയാം, കഴിഞ്ഞ വർഷത്തെ US സൈനിക ആക്രമണത്തിൽ തകർന്ന ഈ ആണവ കേന്ദ്രങ്ങളിൽ കുഴിച്ചുമൂടപ്പെട്ട നിലയിലുള്ള 440 കിലോഗ്രാം ന്യൂക്ലിയർ ഡസ്റ്റ് അല്ലെങ്കിൽ ആണവപ്പൊടി US പിടിച്ചെടുക്കുമെന്ന് കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടിരുന്നു. ഇതാണിപ്പോൾ ഇറാൻ തള്ളിക്കളഞ്ഞിരിക്കുന്നത്. അതേസമയം അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഭിന്നതകൾ പരിഹരിക്കുവാൻ പാകിസ്ഥാൻ നയതന്ത്രജ്ഞർ പരിശ്രമിച്ചു വരികയാണെന്ന് പാകിസ്ഥാൻ ഫോറിൻ മിനിസ്റ്റർ ഇഷാഖ് ദാർ പറഞ്ഞു. അതേസമയം ഇറാനിയൻ തുറമുഖങ്ങളിലേക്കും അവിടെ നിന്നുമുള്ള കപ്പൽ ഗതാഗതം തടയുന്നതിനായി അമേരിക്ക ഏർപ്പെടുത്തിയ നാവിക ഉപരോധം കർശനമായി തുടരുന്നു എന്നാണ് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് വരുന്ന റിപ്പോർട്ടുകൾ. ഏപ്രിൽ 17 അറബിക്കടലിൽ പട്രോളിംഗ് നടത്തുന്ന US ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയർ USS മൈക്കിൾ മർഫി ഉപരോധം ലംഘിക്കുവാൻ ശ്രമിച്ച കപ്പലുകളെ തടയുന്ന ദൃശ്യങ്ങൾ US സെൻട്രൽ കമാൻഡ് പുറത്തുവിട്ടു. ഈ ഉപരോധം ആരംഭിച്ചതിന് ശേഷം ഇതുവരെ 21 കപ്പലുകൾ US സൈന്യത്തിൻ്റെ നിർദ്ദേശപ്രകാരം യാത്ര അവസാനിപ്പിച്ച് ഇറാനിലേക്ക് തന്നെ മടങ്ങിപ്പോയിട്ടുണ്ടെന്നാണ് അമേരിക്ക പറയുന്നത്. USS മൈക്കിൾ മർഫി എന്ന് പറയുന്ന ഡിസ്ട്രോയർ കപ്പലും അവിടെ ഉണ്ട്. അത്യാധുനിക റഡാർ സംവിധാനങ്ങളും മിസൈൽ പ്രതിരോധ ശേഷിയുമുള്ള ഈ യുദ്ധക്കപ്പലാണ് നിലവിലെ അറബിക്കടലിലെ പെട്രോളിങ്ങിന് നേതൃത്വം നൽകുന്നത്. ഇറാൻ തുറമുഖങ്ങളിലേക്ക് പ്രവേശിക്കാനോ അല്ലെങ്കിൽ അവിടെ നിന്ന് പുറത്തു കടക്കുവാനോ ശ്രമിക്കുന്ന കപ്പലുകളെ ഈ ഡിസ്ട്രോയർ നിരീക്ഷിക്കുകയും തടയുകയും ചെയ്യുന്നുവെന്നാണ് US സെൻട്രൽ കോം പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര, 24.